ലൈക്ക് ഹിം ഓൾവേസ് ഹാവ് ദ ട്രസ്റ്റ് ഇൻ വാട്ട് യു ഡു. ഒരു ഡിസിഷന് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമുക്കൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പേടിയാവും. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വിഷൻ എവറിത്തിങ് creates history, and I'm so happy and so proud of him, and I really hope this becomes എന്താ പറയുക സോ മച്ച് ഇൻസ്പിറേഷൻ മാത്രമല്ല, ഇത് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത് കഴിഞ്ഞു പോയി ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ട് ഷിബിലിൻ്റെ വെഞ്ചറും ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇതിൻ്റെ ലോഞ്ചിന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു, ആൻഡ് വി ആർ സോ ഹാപ്പി ടു സീ ഹിം സക്സീഡ്. മാഷാ അല്ലാ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹിയർ. താങ്ക് യു. 300 സംരംഭങ്ങളെ ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് റാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോഴിക്കോട് വലിയൊരു ബിൽഡിങ്ങിൽ 10 നിലകളിലായിട്ട് വരാൻ പോകുന്നത്. എപ്പോഴും ഇൻക്യുബേഷൻ പീരീഡൊക്കെ സേഫ് ആയിരിക്കും. സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പുതിയ സംരംഭങ്ങൾക്കൊക്കെ പലപ്പോഴും ഫണ്ടിൻ്റെ പ്രശ്നം വരാറുണ്ട്, പല പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒരു പ്രശ്നം മാത്രമല്ല, അതെല്ലാം ഒരു കുടക്കീഴിൽ എന്താണോ ആ സംരംഭത്തിൻ്റെ പ്രശ്നം അത് സോൾവ് ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംരംഭമായിട്ട് മാറും. ആ സംരംഭമാക്കാൻ ഒരു 300 സംരംഭങ്ങൾക്ക് ശക്തി പകരാനായിട്ട് റാക്കിന് കഴിയും എന്നാണ് ഷിബിലി പറഞ്ഞത്. ആ വാക്കുകൾ അന്വർത്ഥമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മില്ലുണ്ടായിരുന്നു. ഈ മില്ലിൽ ഞാൻ അരി പൊടിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ അരി പൊടിപ്പിക്കാൻ പോകുന്ന സമയത്ത് അന്ന് അവിടെ ഒരു അവറാശൻ എന്ന് പറഞ്ഞൊരു വെല്ലുപ്പനായിരുന്നു ഈ അരി പൊടിപ്പിക്കാനുണ്ടായിരുന്നത്. മൂപ്പര് നമ്മൾ ഈ കുതിർത്ത അരി എടുത്തിട്ട് മൂപ്പരുടെ കയ്യിലേക്ക് ഈ സഞ്ചി കൊടുക്കുന്ന സമയത്ത് മൂപ്പര് നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിക്കും, ഇത് പുട്ടിനാണോ അപ്പത്തിനാണോ എന്ന്. ആ സമയത്ത് നമ്മൾ തരിച്ചു പോകും, ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാണ്ട്. കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് പുട്ടിന് വേണ്ടിയിട്ടാണോ അപ്പത്തിന് വേണ്ടിയിട്ടാണോ എന്ന് അപ്പോഴേക്കും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. എൻ്റെ 16ാമത്തെ വയസ്സിൽ അങ്ങനത്തെ ഒരു തീരുമാനം പോലും എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവൻ്റെ 16ാമത്തെ വയസ്സിൽ അവനൊരു സംരംഭകനാകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കിപ്പോഴും സല പുഡിങ്ങിന് കുറേ ബ്രാഞ്ചസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് ഫെയിൽ ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഞാൻ മര്യാദയ്ക്ക് ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ട് പോയതുകൊണ്ടാണെന്നുള്ളത്. ഇപ്പോഴും ഫ്യൂച്ചറിൽ കുറേ ബിസിനസ്സും കുറേ വിഷനുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഫ്യൂച്ചറിൽ എൻ്റെ ബിസിനസ് പ്ലാനിൽ ഓഫ് കോഴ്സ് റാക്ക് ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു.